അഖിൽ മാരാർക്ക് ഇപ്പോഴും ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് എന്റെ വിശ്വാസം. അതിന്റെ റീസൺ ഏഷ്യാനെറ്റിലൂടെ വളർന്നു വന്ന ഒരു കുട്ടി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെ ഒരുപക്ഷെ ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം എനിക്കിതുവരെ അങ്ങനത്തെ രീതിയിലൊരു മെസ്സേജ് അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല എന്നൊക്കെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നാളെ 2 ദിവസം കഴിഞ്ഞ് ഹൈദരാബാദ് ഇന്റർവ്യൂവിൽ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് ഞാൻ എന്റെ മനസ്സിൽ കാണുന്ന ആൾക്കാരെ ആണോ ഈ പറയുന്ന അനുഭവപ്പെട്ട ആൾക്കാർ പറയുന്നതെന്നുള്ളതും എനിക്കറിയില്ല. കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് തന്നെ വരണം. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ ദി എക്സ്പെർട്സ്. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്. നമസ്കാരം. ബിഗ് ബോസ് സീസണുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ബിഗ് ബോസിന് അകത്തിലും ഉള്ള പ്രശ്നത്തിനേക്കാൾ വലുത് ഇപ്പോൾ പുറത്തുള്ളതാണ് ചർച്ച. അഖിൽമാരാരാണ് അതിനൊരു തീ കൊളുത്തിയത്. ബിഗ് ബോസ് സീസണിൽ പങ്കെടുത്ത സ്ത്രീകളെ ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തുള്ള 2 പേര് പീഡിപ്പിച്ചു, പീഡനത്തിന് ഇരയാക്കി എന്നൊക്കെയാണ് അഖിൽമാരാർ പറഞ്ഞത്. പക്ഷേ അഖിൽമാരാരുടെ ഇൻ്റർവ്യൂ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ പല തെളിവുകളും ഞാൻ ആവശ്യപ്പെട്ടെങ്കിൽ അഖിൽമാരാർ തെളിവുകൾ പറയാൻ തയ്യാറായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇരകളുടെ പേര് പറയണ്ട, ഇരകളുടെ ഒരു അനുമതി ഉണ്ടെങ്കിൽ പറയണം. എന്നാൽ ആ തലപ്പത്തിരുന്നവരുടെ പേര് പറയാനുള്ള അതും പറയാൻ അഖിൽമാരാർ തയ്യാറായില്ല. അതിനുശേഷം അഖിൽമാരാർ കുറേ വീഡിയോസ് ലൈവ് വന്ന് പറയുന്നുണ്ട്. അത് പ്രതികരിച്ച് കുറേ ആ സീസണിൽ പങ്കെടുത്തവർ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സീസൺ 2-ലുണ്ടായിരുന്ന RJ രഘു, അന്ന് സീസൺ 2-ൽ വലിയ രീതിയിൽ അദ്ദേഹം മത്സരിച്ച് ഫൈനൽ റൗണ്ട് വരെ എത്തുന്ന ഒരു ഇതിലേക്ക് വന്ന വ്യക്തിയാണ് RJ രഘുവാണ് എന്നോടൊപ്പം. രഘു, നമസ്കാരം. സന്തോഷം. ഇപ്പം ബിഗ് ബോസിൽ നിന്നൊക്കെ മാറി സിനിമാ മേഖലയിൽ സജീവമായിട്ട് ഇരിക്കുകയാണ്. കുറച്ചുകൂടി സിനിമയുടെ പ്രൊഡക്ഷൻ ഏരിയയിൽ അല്ലേ? പ്രൊജക്ടുകളുടെ ഭാഗമാവുക, എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ, ലൈൻ പ്രൊഡക്ഷൻ, അങ്ങനെ ഒരുപാട് പരിപാടികളാണ്. ഉർവശി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസിലാണ് ഭാഗമായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് സിനിമാ മേഖല? നമ്മള് എന്താ പറയാ, എത്തിപ്പെടാൻ ആഗ്രഹിച്ച സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഇവിടെ എത്തിപ്പെടുന്നു പ്രതീക്ഷിച്ചിട്ടില്ല. ബട്ട് അതൊരു സിനിമ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് കണക്കാക്കുന്നു. നന്നായി പോകുന്നു, കുഴപ്പമില്ല. ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായപ്പോൾ ബിഗ് ബോസിൽ പോയത് നാണക്കേടായി തോന്നുന്നുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, ബിഗ് ബോസിന് പുറത്തു വന്നവർ പലരും ബിഗ് ബോസിനെ കുറ്റം പറയാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ബിഗ് ബോസിനെ കുറ്റം പറയില്ല. ശരിക്കും കുറ്റം പറയപ്പെടേണ്ട സീസണിലുള്ള ആളുകളാണ് ഞങ്ങൾ, അതായത് എൻ്റെ സീസണിലുള്ള ആളുകൾ. കാരണം കോവിഡ് കാരണം ഒരു എൻഡില്ലാണ്ട് നിർത്തപ്പെട്ട സീസണാണ്. അതിനുശേഷം ആ സീസൺ കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ബിഗ് ബോസിന്റെ സീസൺ 2-നെ കുറിച്ച് പരാമർശിക്കാറ് പോലും ഇല്ല ആരും. പക്ഷേ ബേസിക്കലി സ്പീക്കിംഗ്, നമ്മൾ നിന്ന ദിവസങ്ങളെക്കാൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പോഷർ എന്നുള്ള രീതിയിൽ ലൈഫ് മാറുന്നതും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആളുകളുടെ തെരുവിലേക്ക് നമ്മളിപ്പോൾ ഈ ഇന്റർവ്യൂവിൻ്റെ താഴെയും വരും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞാൻ തീരെ ആക്റ്റീവ് അല്ല. എന്നിട്ട് പോലും പുറത്തെന്തെങ്കിലും ഇഷ്യൂ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഴയ ആളുകളൊന്നും നമ്മളെ ചീത്ത പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അതിനൊക്കെ ഭയങ്കര ചെറിയ വില പോലും കൊടുത്തിട്ടില്ല. നോക്കാറൊക്കെ ഉണ്ട്, നല്ല രസമാണ്. കാരണം നമ്മൾ പ്രതികരിക്കാതെ നമ്മളെ തെറി വിളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സുഖം കുറയും. നമ്മളൊരാളെ സുഖം കുറയ്ക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമുണ്ട്. അല്ലാതെ ബിഗ് ബോസിന് ഒരു കാരണവശാലും ഞാൻ കുറ്റം പറയില്ല. ഈ ഷോ എന്തുമാത്രം വലുതാണെന്നും ഇത് പുറത്തുനിന്ന് കാണുന്ന പലരും ഇതിനെ കുറ്റം പറയും, ഞാനിതിലൊന്നും പങ്കെടുക്കില്ല എന്ന് പറയും. പക്ഷെ അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് തിരിച്ചു വരും. ചിലർ വിന്നറായിട്ടും വരും. ഇതേ ഇതിൻ്റെ വ്യത്യാസമുള്ളൂ. പിന്നെ ഞാൻ ബിഗ് ബോസിനെ എൻ്റെ ഒരു കാലത്തും എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആൻഡ് ഐ എം ഓൾസോ ട്രീറ്റഡ് വെൽ എന്നതാണ് എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം. ശരി, ഈ അഖിൽമാരാർ ഇപ്പോൾ പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യമാണ് അല്ലേ? അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ്, അത് പറയാതിരിക്കാനും വയ്യ. അതിൽ അഖിൽമാരാർ പറഞ്ഞത് അതിൽ പ്രവേശിക്കണമെങ്കിൽ സ്ത്രീകൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണം. അങ്ങനെ സ്ത്രീകൾ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായിട്ടുണ്ട്. അത് ഹോട്ടലിൽ പോയ CCTV നോക്കിയാൽ കാണാം ഇവരാരുടെ കൂടെയാണ് പോയതെന്ന് അഖിൽമാരാർ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഞാൻ എടുത്തു ചോദിച്ചു, സീസൺ 5-ലാണോന്ന്. സീസൺ 5-ൽ ആർക്കും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ആദ്യം അങ്ങനെയല്ലല്ലോ, എൻ്റെ ഇൻ്റർവ്യൂവിൽ അഖിൽമാരാർ സീസൺ 5-ൽ ആർക്കുമില്ല. അപ്പോൾ ഏത് സീസണാണ് അത് പറയാൻ തയ്യാറില്ല. ആർക്കാണ് അത് പറയാൻ തയ്യാറാകുന്നില്ല. ഞാൻ എല്ലാവരെയും പുകമറയിൽ നിർത്തിയിരിക്കുകയാണ് അഖിൽമാരാർ. അല്ല, എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ഇന്റർവ്യൂവിന് ഹൈദർക്ക് പറയുമ്പോൾ ഇവിടെ വരാനുള്ള റീസൺ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഈ അഖിൽമാരാർ എന്ന് പറഞ്ഞ ആളായിട്ട് എനിക്ക് പേഴ്സണലി ഒരു ബന്ധമില്ല. ഞാൻ അദ്ദേഹത്തെ ഇയാൾ വിന്നറായ ശേഷം ഒരു പ്രാവശ്യം കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ നിന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല, കാരണം ഞാൻ അത്ര പോപ്പുലറും അല്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും വലിയ അപാകത, ഇപ്പോൾ നമ്മളൊരാളൊരു വിസിൽ ബ്ലോവർ ആയിട്ട് വരുമ്പോൾ വിസിൽ ബ്ലോവർ എന്ന് പറയുന്ന ആളുടെ ഒരു കർത്തവ്യം എന്താണ്? അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇട്ട് കൊടുത്ത് പോലല്ല, അത് ആർക്കും പറ്റും. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല എത്ര ആരോപണങ്ങൾ ആരൊക്കെ ഉന്നയിക്കുന്നു.
ഞാൻ പറയുന്നത് അദ്ദേഹം ആ പേര് പറയണം, ആ ആൾക്കാരെ പേര് പറയണം, പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ പേര് പറയണം എന്നൊന്നുമല്ല. പക്ഷെ പുള്ളി ഞാൻ ഈ ബിഗ് ബോസിലെ ഈ സീസൺ 6 ഇതുവരെ മുഴുവനായിട്ടല്ല പകുതിയായിട്ട് പോലും കാണാൻ പറ്റില്ല. ഞാൻ വിദേശത്തായിരുന്നു, എനിക്ക് അവിടെ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സീസണിന്റെ ക്ലിപ്പുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ സീസണിന്റെ ഞാൻ പിന്നീട് കാണുന്നത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലുള്ള സംഭവങ്ങളാണ്. പിന്നെ കാണുന്ന ഇദ്ദേഹത്തിന്റെ ലൈവുകളാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ലൈവിൽ നിന്ന് എനിക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലായത് ഇദ്ദേഹം ഉദ്ദേശിച്ചത് ചിലരെ തന്നെയാണ്. അത് ഞാൻ ന്യായീകരണത്തിന്റെ ഭാഗത്ത് വിടുന്നു. പക്ഷെ പുള്ളി ഈ സീസൺ 5 ആർക്കും പറ്റിയിട്ടില്ല, ബാക്കിയുള്ള ആളുകളാണെന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. എനിക്ക് തോന്നുന്നു പുള്ളി എല്ലാ വീഡിയോയിലും ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു സാധനമുണ്ട്, എനിക്കാരും പേടിയില്ല എന്ന്. സത്യത്തിൽ പുള്ളിക്ക് ഉഗ്രം ഭയമുണ്ട്. പുള്ളി ആരെയോ പേടിക്കുന്നുണ്ട്. പുള്ളി എന്തിനാണ് സീസൺ 5 മാത്രം സംഭവിച്ചിട്ടില്ല, ബാക്കി സീസണുകളിൽ അത് സംഭവിച്ചിരിക്കാം എന്ന് പറയുന്നത് എന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. എൻ്റെ സീസണിൽ ഞാൻ 2020 സീസൺ 2 ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ സീസണിൽ ഇപ്പം എനിക്ക് എല്ലാ സ്ത്രീകളോടും പോയിട്ട് ചോദിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇങ്ങനെ പോയതാണോ. ഞാൻ ഇദ്ദേഹം ഇത് പറഞ്ഞ സമയത്ത് ഞാൻ വളരെ പേഴ്സണലി ബന്ധമുള്ള 1-2 ആളോട് ചോദിച്ചു. അവരെന്നോട് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ലൈവിന് ശേഷം എത്രയോ ആളുകൾ അവർക്ക് മെസ്സേജ് അയക്കുകയാണ്, നീ മറ്റേ ചെയ്തിട്ടാണോ ഇതിലേക്ക് പോയത്, നീ മറ്റേ ഇത് ചെയ്തിട്ടാണോ ഇതിലേക്ക് പോയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ കഴിഞ്ഞ് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പലതരം ട്രോമകളായിരിക്കും. വിന്നർക്ക് ആ ആവേശം മാത്രമേ ഉള്ളൂ, വിന്നർ ആവാൻ ശ്രമിച്ചാക്കും ആ ആവേശമുണ്ട്. അതിന് താഴെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ആളുകളുടെയൊക്കെ റിലേഷൻഷിപ്പ് തന്നെ പലപ്പോഴും ബ്രേക്ക് ആവാറുണ്ട്. ഒരു ബിഗ് ബോസ് സീസൺ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആൾക്ക് അവരുടെ ഫാമിലി ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, അവരുടെ കാമുകന്മാരെ അവർ ഉപേക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കാൻ പോകുന്ന കല്യാണം മാറാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ഇദ്ദേഹം ഇത് ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ഇതിന്റെ റെലവൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇദ്ദേഹം ഈ ഒരു തീപ്പൊരി ഇട്ടത് ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം മറക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് വീണ്ടും, അതായത് ഇപ്പം ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റുമായിട്ട് അടുത്ത് ബന്ധമുള്ള ഒരു സ്ത്രീ ഇപ്പം നേരിടേണ്ട ചോദ്യം എന്താ, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്തായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരു സ്ത്രീപക്ഷവാദിയാണെന്ന് ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പറയേണ്ട കാര്യമില്ല, എൻ്റെ പ്രവൃത്തികൾ അത് കണ്ടാൽ മതി അല്ലേ. ഞാൻ ചോദിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സത്വത്തെ, അങ്ങനത്തെ ആളുകളെ, സ്ത്രീ ജെൻഡറിൽപ്പെട്ട ആളുകളെ മൊത്തത്തിൽ ആളുകൾ ഒരു ഉയരത്തിലെത്തുമ്പോൾ എപ്പോഴും പറയുന്ന ഡയലോഗുകളിൽ ഒന്നാണ് ഈ പറയുന്ന സാധനം, കാസ്റ്റിംഗ് കൗച്ച്, അല്ലെങ്കിൽ നീ മറ്റേ ചെയ്തിട്ടല്ലേ പോയത്. ഇത്തരം ഒരു സംഭവത്തിന് ആക്കം കൂട്ടുന്ന ഒരു പ്രവൃത്തിയാണ് പുള്ളി ചെയ്തത്. പുള്ളിക്ക് അതിൽ ടാർഗറ്റ് ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ പുള്ളിക്ക് ഇടയ്ക്ക് വെച്ച് ആ ടാർഗറ്റിനൊന്ന് മയപ്പെടുത്താൻ പുള്ളി തീരുമാനിച്ചു. ആ മയപ്പെടുത്തൽ അത് ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നത്, ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്ത ഒട്ടുമിക്ക സ്ത്രീകളെ, നിങ്ങൾ എന്തിന് മത്സരത്തിൽ പങ്കെടുത്ത ആളുകളെ പറയുന്നു. ഇവിടെ ബിഗ് ബോസിന്റെ പിന്നിൽ ഒരു വലിയ ക്രൂ ഉണ്ട്. നമ്മളെപ്പോഴും കുറ്റം പറയുന്ന, നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ക്രൂ ഉണ്ട്. ഈ ക്രൂവിൽ എത്ര സ്ത്രീകളുണ്ട്? ഈ സീസണിലല്ലാതെ ഇതിന് മുമ്പ് വർക്ക് ചെയ്ത സീസണിലെ പല ആളുകളായിട്ട് നമുക്ക് പരിചയമുണ്ട്. ഞാൻ ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഞ്ഞന്വേഷണം നടത്തി. വലിയ CBI ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമല്ല, ഇത് എവിടെയെങ്കിലും ഒന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതിലൊരു പെൺകുട്ടി, മുമ്പത്തെ സീസണിൽ ഉണ്ടായിരുന്ന അവിടെ സ്റ്റാഫായിരുന്ന ഒരു പെൺകുട്ടി പറയുന്നത്, അവരെ വീട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യം എന്താ അറിയോ, ഇത്രയും ആളുകൾ കാണുന്ന ഷോയിനെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ നീയൊക്കെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ അഖിൽമാരാർ ഹൈദർക്കാരുടെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞത്, കാസ്റ്റിംഗ് കൗച്ച് എന്ന് സിനിമയെ പറഞ്ഞാൽ KPC ലളിത മുതൽ ഇങ്ങോട്ടുള്ള എത്ര സ്ത്രീകളുണ്ട്, അപ്പോൾ അവരെയൊക്കെയാണ് പറയുന്നത്. അല്ല, ശരിയാണ്. പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിലുള്ള നായിക നടിമാർ, പിന്നെ ക്യാരക്ടർ റോൾ ചെയ്യുന്ന നടിമാർ, അങ്ങനത്തെ ആളുകൾ നമ്മൾ എണ്ണത്തിൽ നമുക്ക് തികയാത്തത്ര ആളുകൾ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഷോ അടക്കം 6 സീസൺ ആയിട്ടുള്ളൂ മലയാളത്തിൽ. നിങ്ങളൊന്ന് പറ, 150 മുതൽ 200 വരെ മത്സരാർത്ഥികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 60% സ്ത്രീകൾ ആണോ? 100 സ്ത്രീകൾ എന്ന് വെച്ചോ, ഈ 100 സ്ത്രീകളല്ലേ ചോദിക്കാനുള്ളൂ? തീർച്ചയായും ആണോ അല്ലേ? എന്റെ വാദം അവിടെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ശരിക്കും കുറച്ചുകൂടി പറഞ്ഞ്, ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഒരു ലൈവ് ശേഷമാണ് പിന്നെ പുള്ളിയെ കൂടുതൽ കാണാൻ തുടങ്ങുന്നത്. പുള്ളി പറയുന്ന കേട്ടാൽ നവംബർ 1-ാം തീയതി ഈ മഴ എറിഞ്ഞത് പുള്ളിയാന്ന് പറയും കേരളം ഉണ്ടാക്കാൻ. കാരണം പുള്ളി പരശുരാമനേക്കാൾ വലിയ ആളാണെന്ന് പുള്ളി പറഞ്ഞു വരുന്നത്. കാരണം പുള്ളിയാണ് എല്ലാം ബിഗ് ബോസിനെ കുറിച്ച്, പുള്ളി തന്നെ പുള്ളിയുടെ സീസണെ കുറിച്ച് വാചാലനാവുന്നു. എനിക്കിന്നും മനസ്സിലായില്ല നാർസിസത്തിന്റെ ഏത് രൂപത്തിലാണ് പുള്ളി പെരുമാറുന്നതുള്ളത്. ഇപ്പൊ ഞാൻ പറയാം, എന്റെ സീസണിലും ഒരു രാജാവ് ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ സീസണിൽ രാജാവ് ആവാൻ നോക്കി, അയാൾക്ക് ആവാൻ പറ്റിയില്ല. അഖിൽമാരാർ അതിന്റെ ഉള്ളിൽ നിന്ന് രാജാവായിട്ട് പുറത്തിറങ്ങുന്നു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് എന്താ, ഞാനത് ആദ്യം തമാശ രൂപത്തിൽ തള്ളിക്കളഞ്ഞതാണ്. പുള്ളിയുടെ നിലപാടില്ലായ്മയുടെ പ്രശ്നം. പുള്ളി ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഏതോ ഒരു സിനിമ റിവ്യൂ, എനിക്ക് തോന്നുന്നു അശ്വന്ത് കോക്കുന്ന അയാളാണ് പറഞ്ഞത്, ഇയാൾ വിവാദം ഉണ്ടാക്കുന്നത് ഇയാൾ ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിച്ചു ഓക്കെ, സ്വാഭാവികം. പുള്ളി ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇവിടുത്തെ കൊച്ചിയിലെ പ്രശസ്തമായ ഒരു മാളിന്റെ മുമ്പിൽ മുണ്ടുപോക്കി കാണിക്കുന്നതാണ് ബിഗ് ബോസ് പോകുന്നതിനേക്കാൾ നല്ലത്. ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നില്ല, ഒരു തമാശയായില്ല. ഇതേ ആള് ഈ പറയുന്ന ഏഷ്യാനെറ്റിൽ ഇദ്ദേഹം ആരോപണം പലർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. എനിക്കറിയില്ല അത് ആരാന്ന്, സത്യമായിട്ട് അറിയില്ല. ഈ ആളുകളും ഇതുമായി അനുബന്ധിച്ച് ഇഷ്ടം പോലെ ആളുകളെയും വിളിച്ച് എന്നെ ഒന്നാം സീസണിൽ കയറ്റുമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇത് എൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറയുന്നത്. ഇദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കയറുന്നു. പിന്നീട് ഇദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് വിജയിയായിട്ട് വരുന്നു. ഇയാൾക്കൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ഈ കോൺട്രാക്ട് ഈ അടുത്ത ദിവസമാണ് തീർന്നത്. അന്ന് മുതൽ ഇയാൾ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു. ഞാനിപ്പോഴും പറയുന്നത് അദ്ദേഹം കൊളുത്തിവിട്ട തീ സത്യത്തിൽ സമൂഹത്തിന് ആവശ്യമായ തന്നെയാണ്, അല്ലെ? ഏതൊരു ഇൻഡസ്ട്രിയിലായാലും ഇത്തരം ഒരു പരിപാടി വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് പരാതി വരില്ല വെച്ചാൽ പോയ ആളും വിളിച്ച ആളും പരാതിക്കാരിൽ പെടുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ അതൊരു മോശം പ്രവണതയാണ്. നിങ്ങളൊരു ചൂഷണത്തിനിരയാക്കുകയാണ് സ്ത്രീകളെ, യാതൊരു സംശയമില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എന്താണെന്നാണ് എൻ്റെ പ്രശ്നം. ഒരു തോക്കൊരാൾക്ക് നേരെ ചൂണ്ടുമ്പോൾ ആ തോക്കിന്റെ കാഞ്ചി വലിക്കുമ്പോൾ ഉന്നം തെറ്റിക്കോട്ടെ, ഇപ്പൊ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാവും. ചിലപ്പോൾ നാളെ മറ്റൊരാൾ, ചിലപ്പോൾ ഇതിൽ പങ്കെടുത്ത ഒരു സ്ത്രീ വന്ന് പറയും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയില്ല അത് തെറ്റാന്ന്, ആയിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പോയിന്റ് മാത്രം ചെയ്ത് ഞാൻ ഇപ്പോൾ വെക്കും ടപേന്ന് സൗണ്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പുള്ളി അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പുള്ളിക്ക് അത്ര ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പുള്ളി താങ്കളുടെ, അതായത് ഹൈദർക്കട ഇന്റർവ്യൂവിൽ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് വലിയ ആളുകളൊക്കെ പുള്ളി കുറ്റം പറയുന്നു. പുള്ളി ലാലേട്ടന്റെ സൈഡ് വരുമ്പോൾ എന്തുകൊണ്ടാണ് സോഫ്റ്റ് ആവുന്നത്? ഞാൻ ഇന്നും വിശ്വസിക്കുന്നു മലയാളത്തിന്റെ മഹാനായ മോഹൻലാലിനെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അയാളൊരു ഹോസ്റ്റാണ്. പക്ഷെ പുള്ളി മോഹൻലാലിനെ കുറ്റം പറയാത്തതിന്റെ പേടി എന്താ അറിയോ? പുള്ളിക്ക് അവിടെ പേടിയാ. കാരണം പുള്ളി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ്. പുള്ളിക്ക് ഇനി ഏഷ്യാനെറ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ മുകളിലത്തെ ആൾക്കാരെ കൊണ്ടോ പുള്ളിക്ക് ആവശ്യം ഉണ്ടാവില്ല. പുള്ളി ഇപ്പൊ ഞാൻ ഈ പറയുന്നതിന് പ്രതികരണ വീഡിയോ ആയിട്ട് വരികയായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വിഷയമുള്ള കാര്യമല്ല. അല്ല, അവിടെയൊക്കെ ഒരു ചോദ്യമുണ്ട്. ഇപ്പം രഘു പറഞ്ഞതെന്ന് എൻ്റെ ഒരു സംശയപ്പോഴാണ്. ഓക്കെ, അഖിൽമാരാർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അഖിൽമാരോട് പറയുന്നത് സത്യം വേണ്ടി തെളിയിക്കപ്പെടണം, അതൊരിക്കലും വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ഇത്രയും വലിയ ഗുരുതരമായ ആരോപണം അഖിൽമാരാർ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു സ്ഥാപനത്തിന് എതിരെ പറയുമ്പോൾ ഏഷ്യാനെറ്റ് എന്തിനാണ് ഒരു നിയമപരമായിട്ട് മുന്നോട്ട് പോകാത്തത്? അല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏഷ്യാനെറ്റിന്റെ ഭാഗം സംസാരിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. അല്ല, നമ്മുടെ ഒരു ഡൗട്ടാണ്. ഇത് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. അവർ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമോ ഇല്ലേ എന്നുള്ളത്. ഇനി ഒരു മൂവി ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്താണെന്ന് മനസ്സിലാക്കാത്ത വിന്നർമാർ ഇവിടെ ഇഷ്ടം പോലെ. ഞാൻ ഉദാഹരണത്തിന് സാബു ഏട്ടനെ പറയും. സാബു ഏട്ടൻ ബിഗ് ബോസ് എന്താണെന്ന് അറിയാതെ പോയി ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കി വന്ന അല്ലേ? അതിനുശേഷം വന്ന വിന്നർമാരെന്ന് പറയുന്നതിൽ എനിക്കൊന്ന് മണിക്കുട്ടൻ, അദ്ദേഹവും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ദിൽഷ, അവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അഖിൽമാരാർക്ക് ഇപ്പോഴും ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസം. അതിന്റെ റീസൺ, ഈ ഷോ ഒരു മിസ്റ്ററിയുള്ള ഷോ ആണ്. ആണോ അല്ലേ? എല്ലാവരുടെയും ദുരൂഹതകളാണ്. നിങ്ങൾ ആ ബിഗ് ബോസ് ഷോയിലേക്ക് എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ്? കാരവനിൽ രാവിലെ 8 മണി മുതൽ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഷോയിന്റെ ഉള്ളിലേക്ക് കയറാൻ. എന്നെ കാരവനിൽ നിന്ന് ആ ഷോയിന്റെ ഉള്ളിലേക്ക് അകത്തേക്ക് എന്നെ കണ്ടസ്റ്റന്റ് എന്നാണ് കയറ്റി വിടുന്നത് രാത്രി 9:30 മണിക്കാണ്. എന്താ അവിടെ നടക്കുന്നത് എനിക്കറിയില്ല. മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടന്റെ മുന്നിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് ഹൗസിന്റെ ഉള്ളിലേക്കുള്ള ഡോർ കൂടി പുറത്തേക്ക് പോകുന്നു. എന്നിട്ടൊരു കാറിലിരുത്തുന്നു 2 മണിക്കൂർ. ഒരു സിഗരറ്റ് വന്ന് വലിക്കണമെന്ന് ചോദിച്ചു. ഞാൻ വലിക്കാന്ന് പറഞ്ഞു. കണ്ണ് കെട്ടിയിട്ടുണ്ട്. പിന്നെ കാർ ഇങ്ങനെ കറക്കി, എന്നിട്ട് ഒരു ഡോറിന് മുന്നിൽ ഇറക്കി വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റി. ഞാൻ പിന്നീട് ആ ഷോ നിർത്തി പുറത്തിറങ്ങുമ്പോഴാണ് കണ്ടത് മോഹൻലാൽ എന്ന് പറയുന്ന ആളുടെ, അദ്ദേഹം അവതരിപ്പിക്കുന്ന സ്റ്റേജ് തൊട്ടപ്പുറത്താ, ഈ ഹൗസ് തൊട്ടപ്പുറത്താ. നമ്മളെ കൺഫ്യൂസിങ് ആക്കുകയാണ്. ഇതാണ് ആ ഷോ. നിങ്ങൾ കയറുന്നത് മുതൽ നിങ്ങൾ മിസ്റ്ററിയിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതേ മിസ്റ്ററി അതിന്റെ പിന്നിലുണ്ട്. ഇതേ മിസ്റ്ററി അഖിൽമാരാർ പറഞ്ഞതിലുണ്ട്. ഈ ഷോ ടോട്ടലി ഒരു മിസ്റ്ററിയാണ്. ലോകത്തെല്ലാവിടെയും ഈ ഷോ നടക്കുന്ന സ്ഥലത്ത് ഇതേപോലത്തെ വിവാദങ്ങളുണ്ട്. നമ്മുടെ അവിടുത്തെ അത്ര തറ വിവാദങ്ങളില്ല, നല്ല വിവാദങ്ങളുണ്ട്, അല്ലെ? അപ്പോൾ ചാനൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസിനോ ഒരു സ്ട്രൈക്കിനോ പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ചാനൽ ഇതൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിയാണ്. ഇപ്പൊ ഡിസ്നിയാണ് ഈ സാഹചര്യങ്ങളൊക്കെ നോക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് അന്വേഷണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവരിത് അറിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ടില്ല. ചാനൽ അതിനൊരു അന്വേഷണം ആവശ്യപ്പെടണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം. കാരണം ഇത് ഞാൻ പറയുന്നത് ചാനലിന്റെ 2 പേർ എന്ന് പറയുന്ന ആളുകളുടെ മാത്രം പ്രശ്നമല്ല ഇപ്പോ, ഒരിക്കലും അല്ല, അല്ലെ? ഇതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കാൻ ശ്രമിച്ച കുറെ ആളുകൾ ഇവിടെ പരാതികളായിട്ട് പലരും വരുന്നത് കണ്ടു. അതിൽ കാര്യമാത്ര പ്രസക്തമുള്ളതുണ്ട്, അല്ലാത്തതുമുണ്ട്. പക്ഷെ ഇതിൽ മത്സരിച്ച ആളുകളുണ്ടല്ലോ, നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആളുകളുടെ പരാതിയേക്കാൾ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ ബാധിക്കപ്പെടുന്നത് ഇതിൽ മത്സരിച്ച സ്ത്രീകളാണ്. അതെ, ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സീസൺ 5 നമ്മൾ വിട്ടു. കാരണം പുള്ളി സീസൺ 5 സേഫ് ആക്കി. അതിൽ പുള്ളിയുടെ ടാർഗറ്റ് സീസൺ 5 ആളാണോ 4 ആളാണോ 3 ആളാണോ നമുക്കറിയില്ല. പക്ഷേ പുള്ളി കയറി അങ്ങോട്ട് പുള്ളിയുടെ മഹത് വചനത്തിൽ പുള്ളി 5 അങ്ങോട്ട് ഒഴിവാക്കി. ഇനിയിപ്പോൾ 6, ഇതിലിപ്പോൾ ഒരു ഏത് പെൺകുട്ടിയെങ്കിലും ഇതിൽ വിന്നറായാൽ ഈ 6ാമത്തെ സീസണിൽ നമ്മൾ തന്നെ ഞാനോ ഇതൊക്കെ പറയില്ല, ഇവിടെ ഒരു വെട്ടുകളി കൂട്ടമുണ്ടല്ലോ കാര്യമായിട്ട്, അല്ലെ? എല്ലാത്തിന്റെ താഴെയും വന്ന് കമന്റ് ചെയ്യാൻ മുഖമില്ലാത്തവരുണ്ട്, മുഖമുള്ളവരുണ്ട് ഇഷ്ടം പോലെ. ഇവരൊക്കെ എന്താണ് ഈ 6ാമത്തെ സീസണിൽ ഒരു പെണ്ണാണ് വിജയിയെങ്കിൽ ആ പെൺകുട്ടി നേരിടാൻ പോകുന്ന സൈബർ ബുള്ളിങ്, അതാരോ ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ കേട്ടിടത്തോളം ജാസ്മിൻ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്,
പിന്നെ ആരാണ് മറ്റേ അൻസിബയുണ്ട്, പിന്നെ കുറെ സ്ത്രീകളല്ല, ആണുങ്ങളെ പേര് എനിക്ക് എല്ലാവരും അറിയില്ല. അവരിൽ ആരെങ്കിലും ഒരാൾ വിന്നറായാൽ എന്തായിരിക്കും പറയുക? അഖിൽമാരായ സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും വലിയ വൾണറബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹം താങ്കളുടെ, അതായത് ഹൈദർക്കയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടിരുന്നത് വോട്ടിങ്ങിലൊക്കെ ഇതിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഹൈദർക്ക തിരിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ വിന്നറായത് ആ ഫിനാലയിലെ വോട്ടിംഗ് മാത്രം ഓഡിറ്റ് ചെയ്യപ്പെട്ട്, ബാക്കി വോട്ടിംഗ് ഒക്കെ പുള്ളിക്ക് എതിരായിരുന്നു, അല്ലെങ്കിൽ പുള്ളിക്ക് വോട്ട് വന്നപ്പോൾ പുള്ളിനെ മറച്ച്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ ഷോനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതൊരു വലിയ കോർപ്പറേറ്റ് കമ്പനി മില്യൺസ് ചിലവാക്കി നടന്ന ഷോവാണ്. ഞാൻ വിശ്വസിക്കുന്നുണ്ടാവാം എന്ത്, നിങ്ങൾ ഒരാൾ കണ്ടന്റ് കൊടുക്കുന്ന ആൾ കൂട്ടിയും കുറച്ചുമൊക്കെ ചില സമയത്ത് മാറ്റങ്ങളും വോട്ടിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും. അഖിൽമാരാര് വിന്നർ ആയിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ മതി. പുള്ളി എന്താണ് പറയാൻ പോകുന്നത്? പുള്ളി വിന്നർ ആയതുകൊണ്ടാണ് പുള്ളി നിങ്ങളുടെ ഇന്റർവ്യൂവിൽ ആ ഭാഗത്ത് പുള്ളി 2 കാലം അപ്പുറത്ത് ചവിട്ടിയത്. കാരണം വോട്ടിംഗ് മോശമെന്ന് പറഞ്ഞാൽ പുള്ളിക്കല്ലേ ബാധിക്കുക. മറ്റേ വോട്ടിംഗ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പുള്ളി പറഞ്ഞത്, അതായത് കുറെ വീക്കിലെ വോട്ടിങ്ങിലൊക്കെ കള്ളത്തരം കാണിക്കാം, ഫിനാലിൽ പറ്റില്ല, അത് ഓഡിറ്റ് ചെയ്തു. എന്റെ പൊന്നു ഹൈദർക്ക, വലിയ വലിയ ഏജൻസികളാണ് ഇതിന്റെ ഓഡിറ്റിന് വരുന്നത്. ഞാൻ അവിടെ നിന്ന ആളാണ്. ഞാനവിടെ ഏതാണ്ട് 76 ദിവസമാണ് ഞങ്ങൾ അന്നത്താണ് അത് ആ ഷോ ക്യാൻസൽ ആയി പോകുന്നത്. അവിടെ നിന്ന ആളാണ് ഞാൻ. നമുക്ക് മനസ്സിലാവും ഒരു മത്സരാർത്ഥി പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ്. നമുക്ക് അയാളുടെ വീക്ക് പ്രകടനം കണ്ടറിയും. പക്ഷെ ചിലപ്പോൾ അയാൾക്ക് പുറത്ത് ഭയങ്കര പോട്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് അഖിൽമാരായ ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ തരത്തിൽ ഇഴകീറി പരിശോധിക്കൊന്നും വേണ്ട. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളും ഇപ്പോൾ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അദ്ദേഹത്തിന് അനുകൂലം പറയും. പക്ഷെ ഞാൻ അദ്ദേഹം പറഞ്ഞ ആ ഒരു വിവാദത്തിനോടല്ല എൻ്റെ പ്രതികൂല നിലപാട്. അദ്ദേഹം പറഞ്ഞ വിവാദത്തിന് ശേഷം അദ്ദേഹം ആ വിവാദത്തിനെ മറക്കാൻ നോക്കുന്നതിൽ, അതായത് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നതിൽ ആണ് സംഭവം. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് 5th സീസൺ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ. ആരാ പുള്ളിയോട് പറഞ്ഞു? ഏഷ്യാനെറ്റിന്റെ ആളുകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അവരൊരിക്കലും അവരുടെ ഒരു ഷോന് റേറ്റിംഗ് താഴെയെന്ന് പറയില്ല. പക്ഷെ പബ്ലിക് എന്താ പറഞ്ഞിരുന്നെന്ന്? സീസൺ 4 ആണ് ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ഞാൻ മത്സരിച്ച സീസൺ ആയതുകൊണ്ടല്ല സീസൺ 2ഉം നല്ലത്, സീസൺ 1ഉം എല്ലാം നല്ലതാണ്, മോശം നല്ല പറഞ്ഞത്. പക്ഷെ പുള്ളി പറയുന്ന കേട്ടാ 5 ആണ് ബിഗ് ബോസ്, ബാക്കിയെല്ലാം നമ്മുടെ താഴെയാണ്, നമ്മൾ തമ്പുറാൻ, ബാക്കിയുള്ളവർ അടിയൻ. ആ പരിപാടി നടക്കൂല. അതാണ് ഇവിടെ വന്നിരിക്കാൻ കാരണം. ആ രീതിയാണ് അഖിൽമാരാർ. ഒരു സംശയമുണ്ട്, അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ അഖിൽമാരാർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൈസ കൊടുത്ത് സ്വാധീനിക്കുന്നു അല്ലേ? മത്സരാർത്ഥികൾ പൈസ കൊടുത്ത് സ്വാധീനിക്കുന്നു. രഘുവിന് തരുന്ന പൈസ അല്ല എനിക്ക് തരുന്നത്. ചിലപ്പം രഘു വലിയ രീതിയിൽ ഒരു ആർജയായിരിക്കാം. ഞാൻ പറയണമെന്ന് വിചാരിച്ച കേസ് ഹൈദർക്കയുടെ ചോദ്യത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ച് അത് കേട്ടിട്ടാണല്ലോ ഞാൻ പ്രതികരിക്കുന്നത്. പുള്ളി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? അതായത് പുള്ളി ഒരു ഡയറക്ടറാണ്, ഒരുപാട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. പുള്ളി ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ പോയപ്പോൾ പുള്ളിക്ക് കൊടുത്ത ശമ്പളമല്ല, പുള്ളിയുടെ അത്ര പോപ്പുലർ അല്ലാത്ത ഒരാൾ. എങ്ങനെയാണ് പോപ്പുലാരിറ്റി നിശ്ചയിക്കപ്പെടുന്നത്? ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അവരുടെ ദൈനംദിന വേതനവുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് അവർക്കുണ്ടാവും. അതിനേക്കാൾ ഒരു 2 ഇരട്ടി കൊടുക്കും. കാരണം ഇവർക്കറിയത് സൈബർ ബുള്ളിങ് ഒക്കെ വരുന്നതാണ്. ഇവർ കുറേ ദിവസം വീടും കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. ഓരോ ആൾക്ക് ഓരോ റേറ്റ് ഉണ്ട് ഹൈദർക്ക. എനിക്ക് അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയുന്നത് ബിഗ് ബോസിൽ വന്നപ്പോഴാണ്. ഞാൻ RJ രഘു എന്ന് പറഞ്ഞ എന്നെ ഇവിടുത്തെ പബ്ലിക്കിന് അറിയുന്നത് ബിഗ് ബോസിൽ വന്നപ്പോഴാണ്. ഞാൻ 15 വർഷം കേരളത്തിലെ സുപ്രധാനമായ റേഡിയോ ബ്രാൻഡിൽ വർക്ക് ചെയ്ത ആളാണ്. എനിക്ക് പറഞ്ഞൂടെ, എനിക്ക് പറഞ്ഞ ശമ്പളത്തിനേക്കാൾ കൂടുതലാണ് ഫുക്രു വാങ്ങിച്ചതെന്ന്, എന്നേക്കാൾ കൂടുതൽ ശമ്പളമാണ് ആര് വാങ്ങിച്ചതെന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞ അതൊരാള്, ഞാൻ ഇപ്പോഴും പറയുന്നത് അർദ്ധരാത്രി കുടപിടിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നിങ്ങൾ വിന്നറായി, ആ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തി. അപ്പോൾ നിങ്ങൾക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നിങ്ങൾ വിവാദം ഉന്നയിക്കുന്നതിൽ മാത്രമേ എനിക്ക് അദ്ദേഹത്തിനോട് നിൽക്കാൻ പറ്റൂ. ബാക്കി പുള്ളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റും, പുള്ളി തന്നെ പുള്ളിയുടെ കൂടെ മത്സരിച്ച ആളുകൾ പ്രതികരിക്കുമ്പോൾ എത്ര മോശമായിട്ടാണ് പെരുമാറുന്നത്. ആ റിനോഷ് എന്ന് പറഞ്ഞ ഏതൊരു പയ്യൻ പ്രതികരിച്ചതിന് പുള്ളി പറയുന്നത് നിന്റെ കൂടെയൊക്കെ ഡിന്നർ കഴിക്കാൻ ആര് വരായിരുന്നു. എനിക്ക് ഒരാളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഹ്യൂമിലേറ്റ് ചെയ്യുക? ഹൈദർക്കൊക്കെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, എനിക്കുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഡ്രൈവറായി വർക്ക് ചെയ്യുന്ന ഒരാൾക്കുണ്ട് അല്ലേ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ താഴ്ത്തി പറഞ്ഞല്ല, അയാൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. നിന്റെ കൂടെയൊക്കെ ആരടാ വരിക എന്ന് ചോദിക്കാൻ അദ്ദേഹം ആരാണ്? വിന്നറായതാണോ അദ്ദേഹം പറയുന്നത്? അതൊന്നുമല്ല അതിൻ്റെ കാര്യം. ഞാനിപ്പോഴും പറയുന്നത് അദ്ദേഹം ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത് അട്ടർ ഫ്ലോപ്പ് ന്യായമാണ്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ കുറഞ്ഞ ശമ്പളം വാങ്ങിപ്പോയ ആളാണ്. പക്ഷേ ഇനി ബിഗ് ബോസിന് ശേഷം മറ്റൊരു പരിപാടിക്ക് മുമ്പ് ഞാൻ ശമ്പളം കൂട്ടി ചോദിക്കും. കാരണം എന്നെ അപ്പോഴാണ് ആളുകൾക്ക് അറിയാൻ പറ്റുന്നത്. RJ രഘു എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പ്രദേശത്തും ഞാൻ ദുബായിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കുറച്ച് ശ്രോതാക്കൾക്ക് അറിയുന്ന ഒരാൾ മാത്രമേ അല്ലേ. എന്നെ ബിഗ് ബോസിൽ വിളിക്കുമ്പോഴാണ് ഓക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയുന്നത്. അവിടെ വരുമ്പോൾ ഞാൻ എന്നോട് മറ്റേ കൊടുക്കുന്ന ശമ്പളം എനിക്ക് വേണമെന്ന് പറയാൻ പറ്റുമോ? ഇദ്ദേഹം ഇത് അറിഞ്ഞതപ്പോഴാണ്, പുറത്തിറങ്ങിയപ്പോഴല്ലേ അറിഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുള്ളി അറിഞ്ഞില്ലല്ലോ. പുള്ളിക്ക് ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് മറ്റവിടെ പോയിട്ട് പൊക്കണാണ് നല്ലതെന്നാണ് പുള്ളി. ഈ ബിഗ് ബോസിൽ പോകുന്ന മത്സരാർത്ഥികളെ വിജയിപ്പിക്കാൻ ഇവരെ വിന്നർ ആക്കണമെന്നൊരു തീരുമാനം ഈ
ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നതും അല്ലെങ്കിൽ ഇത് നടത്തുന്ന എൻ്റെ ഓൺ ഷൈന് ആ ടീമിനും ഉണ്ടോ? അങ്ങനെ ഒരാളെ ഇവരെ വിജയിപ്പിച്ചെടുക്കാം, ഇവരായിരിക്കണം വിന്നറാണെന്ന് ഒരു ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഷോ ഇവോൾവ് ചെയ്ത് വരുന്നത് ഒരു 20ാമത്തെ ദിവസം. ഒരു ഷോ 20ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഈ പിന്നണി പ്രവർത്തകർക്ക് ഏതാണ്ട് മനസ്സിലാവും ഇതിൽ ആരാണ്, അതായത് ആരോഗ്യ കാരണങ്ങളോ ഈ മറ്റേ കണ്ണിൽ മുളക് നീര് ഒഴിക്കാത്ത കാരണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആരാണ് മുകളിലേക്ക് പോകുന്നത് അവർക്ക് മനസ്സിലാവും. അതൊക്കെ ഇടയ്ക്ക് വരുന്ന ആക്സിഡൻസ് ആണ് അയാൾ ഔട്ടാവാൻ കാരണമാവുന്ന കാര്യങ്ങൾ. ഈ ആളുകളെ സ്വാഭാവികമായിട്ട് അവർ സ്ക്രീൻ സ്പേസ് കൂടുതൽ എടുക്കും. ഞാൻ ഇതിന്റെ ഒരു ടോട്ടൽ തിയറി മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മോൾ ഷൈനും ഏഷ്യാനെറ്റിനും ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഒരാളെ വിജയിപ്പിക്കാൻ പറ്റില്ല. അതിന് പല റീസൺ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഹൈദർ എന്ന് പറയുന്ന ആൾ മത്സരിക്കാൻ പോകുന്നു. ഹൈദർ വിന്നർ ആവണമെന്ന് ഏഷ്യാനെറ്റ് തീരുമാനിക്കുന്നു. ഹൈദർ ഇടയ്ക്ക് വെച്ച് 2 പ്രാവശ്യം ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് ഹൈദർ പുറത്തായില്ലേ, പിന്നെന്ത് വിന്നർ ആവലാണ്? ഞാൻ പറഞ്ഞ അങ്ങനെ വിന്നർ ആവുകയാണെങ്കിൽ എങ്ങനെയാണ് സാബു മോൻ വിന്നർ ആവുക? അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് അഖിൽമാരാർ വിന്നർ ആവുക? നിങ്ങൾക്ക് വിന്നർമാരെ കുറിച്ച് മലയാളത്തിലെ 6 സീസണിൽ 5 സീസൺ കഴിഞ്ഞു, അതിൽ 4 സീസണിലെ വിജയികളുള്ളൂ അല്ലേ? നിങ്ങൾക്ക് ആരെക്കുറിച്ചാണ് ആരോപണം പറയാനുള്ളത്? ദിൽഷ പ്രസന്നൻ, അവർ വിജയിയാവേണ്ട ആളായിരുന്നു. ഞാൻ ആ സീസണിൽ ജാസ്മിൻ മൂസയെയും റിയാസിനെയും സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു. ഞാൻ അവർ വിന്നറാവുമെന്ന് വിചാരിച്ച ആളാണ്. പക്ഷെ ദിൽഷ വിന്നറായില്ല. ദിൽഷ ദേശാനൻ്റെ ആരെങ്കിലും ആയിരുന്നു. ദിൽഷ വേറെ ചാനലിന്റെ മത്സരത്തിൽ പങ്കെടുത്ത ആളായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാം. ഈ വോട്ടിംഗ് ഒന്നും ഇപ്പം ഈ പുറത്ത് തന്നെ ഇതൊക്കെ ഈ യൂട്യൂബിൽ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം, അവരാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ ചോര യൂറ്റി കാശ് ഉണ്ടാക്കുന്ന ആളുകൾ. ഇവർ ഈ വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ചൊക്കെ പറയും. നിങ്ങൾക്കറിയോ ഹോട്ട്സ്റ്റാറിൽ എത്ര സീക്രട്ടായിട്ട് ഈ പരിപാടി നടക്കുന്നത്? ഈ ആഴ്ച ഇയാൾക്ക് വോട്ട് കുറവാണ്, ഇയാൾക്ക് 500 വോട്ട് കൂടുതലാണ്. ആരറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്? വെറും നുണ, പച്ച നുണ. അതുപോലത്തെ ഒരു നുണയായിട്ട് എനിക്ക് ഇപ്പോൾ കണക്കാക്കാൻ പറ്റും. എൻ്റെ മുന്നിൽ അങ്ങനത്തെ അനുഭവങ്ങളില്ല. അങ്ങനത്തെ അനുഭവങ്ങൾ ഭാവിയിൽ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഞാനൊക്കെ ഇപ്പം ബിഗ് ബോസ് കാണും, എനിക്കൊക്കെ സ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം രഘു സീസണിലേക്കുമ്പോൾ രഘുവിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ രഘു ചെയ്ത കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകാം, പക്ഷെ ക്യാമറ സൂം ചെയ്യും, ചില വ്യക്തികളിലേക്ക് സൂം ചെയ്യുന്നു. ഇപ്പം എനിക്ക് ഈ സീസണിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മൊത്തം ഫീൽ ചെയ്ത സാധനം നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പബ്ലിക് റെസ്പോൺസ് എടുക്കുമ്പോൾ എന്തിനാണ് ആ മത്സരാർത്ഥി ഇങ്ങനെ കാണിക്കുന്നത്? ഇത്രയും മോശമായിട്ട് ചെയ്യുന്ന ഒരു മത്സരാർത്ഥി, ഇതിലും നല്ല ആളുണ്ടല്ലോ, ഇവരെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അതെങ്ങനെയാണ് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്? അടിസ്ഥാനപരമായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു ഷോ ബിസിനസ് ആണ്. കാശാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. തീർച്ചയായിട്ടും TRP ആണ് റേറ്റ്. ഈ ബിഗ് ബോസ് ഒരു സത്രമല്ല, ബിഗ് ബോസ് ഒരു ആതുരാലയ സ്ഥലമല്ല, നന്മ നിറഞ്ഞവൻ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നമ്മുടെ എത്തിക്സിനനുസരിച്ച് പെരുമാറുന്നതാണ് അവിടുന്ന് പുറത്തേക്ക് വരുന്നത്. എന്റെ സീസണിൽ ലൈവ് പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ ഉള്ളവർക്ക് അങ്ങനെ ഒരു മെച്ചമുണ്ട്, ലൈവെങ്കിലും ഉണ്ട്. ഇതിൽ പല ഭാഗങ്ങൾ പല മത്സരാർത്ഥികൾ പുറത്തിറങ്ങുമ്പോൾ പറയും, ഞങ്ങളുടെ സീസണിലുള്ളവരും പറഞ്ഞിട്ട് ഞാൻ ചെയ്ത പല കാര്യം പുറത്തു വന്നില്ല. കണ്ടന്റ് എന്താണ് പോകേണ്ടതെന്ന് അവർ തീരുമാനിക്കും. അതാണ് ഈ ഷോയിൽ ഒരുത്തൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പറഞ്ഞത് ഇത് മൊത്തം ഉടായിപ്പാണ്. അവൻ പിന്നീട് പറഞ്ഞത് ഉദ്ദേശിച്ചതാണെന്ന്. അങ്ങനെയല്ല. അത് ഓരോ മത്സരാർത്ഥിക്കും ഒരു സ്റ്റോറി ഉണ്ട്. ഒരു ദിവസം ആ സ്റ്റോറി എന്ന് പറയുന്നത് TRP ഡിപ്പെൻഡ് ചെയ്ത് കെയർ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സിമ്പിൾ, അടിസ്ഥാനപരമായി സാധാരണക്കാരന് മനസ്സിലാവുന്ന സംഭവം. നിങ്ങളൊരു സിനിമ എടുക്കുന്നു, സിമ്പിൾ ഉദാഹരണം, ഞാനിപ്പോൾ ആ ഫീൽഡിലുള്ളതുകൊണ്ട് പറയാം. എൻ്റെ സിനിമ 3.25 മണിക്കൂർ ഷൂട്ട് ചെയ്തെന്ന് വിചാരിക്കുക. എത്ര എനിക്ക് തിയേറ്റർ കാണിക്കാൻ പറ്റും? 2:40 ആണോ? എത്ര ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയേണ്ടി വരും? എന്തിന് ഞാൻ കട്ട് ചെയ്യണം? ലാഗ് ഉണ്ടാവാം, ചിലപ്പോൾ ആ സീൻ അതിൽ റെലവൻ്റ് ആയിരിക്കില്ല. ഈ പറയുന്ന ഇഷ്യൂ കഴിഞ്ഞ് അടുത്ത ഇഷ്യൂയിലേക്ക് പോകുമ്പോൾ ഈ ഒരു റൊമാൻറ്റിക് സീൻ ഇടയിലിട്ട് അത് വർക്കാവില്ല. ഒരു സംവിധായകന്റെ അല്ലെങ്കിൽ ഒരു എഡിറ്ററുടെ ജോലിയില്ലേ, ആ ജോലി ആ പ്രൊഡക്റ്റ് എങ്ങനെയാക്കണം എന്നുള്ളതാണ്. അത് മാത്രമാണ് അവിടെയും നടക്കുന്നത്. അതിൽ ഒരാളെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള ആരോപണം എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. ഞാൻ സത്യത്തിൽ ബിഗ് ബോസിൽ എന്തൊക്കെ ചെയ്തു എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാൻ എപ്പിസോഡ് ഇതുവരെ എന്റെ കണ്ടിട്ടില്ല. അത് കണ്ടിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ? എന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള പലരോടും എനിക്ക് ഇപ്പോഴും സൗഹൃദം തുടരാൻ പറ്റില്ല. കാരണം ഈ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ ഹൈദർക്കെ കുറ്റം പറയും, ഹൈദർക്ക് എന്നെ കുറ്റം പറയും. നമ്മൾ പിന്നീട് സുഹൃത്തുക്കളാകുമ്പോൾ നീ എന്നെ അന്നത് പറഞ്ഞല്ലേ എന്ന് ഞാൻ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, എന്ത് പുറത്തു വന്നു എന്നുള്ളത് ഞാൻ ആരോടും പറയാനും നിന്നിട്ടില്ല. പിന്നെ എനിക്കറിയാവുന്നത് ഞങ്ങളുടെ സീസണിൽ തന്നെ പല മത്സരാർത്ഥികളും കാണിച്ച വലിയ കാര്യങ്ങൾ പുറത്തു വരാതിരുന്നിട്ടുണ്ട്. അതിൽ ഞാൻ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല. കാരണം അത് റെലവൻ്റ് ആയിരിക്കില്ല. ഇത്രേ ഉള്ളൂ സംഭവം. നമുക്ക് ഏക്കാലും ഈ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളാണ്. നമുക്ക് 2 സ്ത്രീകളെ നമുക്ക് വിളിക്കാണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാനും ഇവരുമായിട്ട് സംസാരിച്ച ഫോണിൽ വിളിച്ചു, എനിക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനിപ്പം സീസൺ 2 ഉണ്ടായിരുന്ന അലീനെ ഒന്ന് വിളിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അലീന എന്നോട് പറഞ്ഞു ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് ഇക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അലീന സംസാരിക്കണ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഒന്ന് അലീനയെ വിളിക്കാം. തീർച്ചയായിട്ടും. അലീന യാത്രയിലാണ്, കണ്ണൂർ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ സീസൺ 2 ഒരുമിച്ചുള്ള ആളുകൾ. അലീന നമസ്കാരം. ഹൈദറിലെയാണ്, മൂവി വേൾഡ് മീഡിയ എന്നാണ്.
സീസൺ 2 നിങ്ങളുടെ ഒരു അതിഥി ഇവിടെ ഉണ്ട്. അതിഥി ആ അലീന രഘുവാണ്. ഒന്നുമില്ല, സീസൺ 2 നിന്ന് വന്നതൊന്നുമല്ല. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ മൊത്തത്തിൽ എല്ലാ ബിഗ് ബോസുകാർക്കും കിട്ടിയ ഒരു പണിയാണ്. അതെ. അല്ല, ഐദർക്ക പറഞ്ഞു ഇങ്ങനെ നമ്മൾ കുറച്ച് സ്ത്രീകളെ ഐദർക്കയ്ക്ക് വിളിക്കണം. സ്വാഭാവികമായിട്ട് അതൊരു ഓഡിറ്റിങ്ങിന്റെ ആവശ്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. നമ്മൾ ഓഡിറ്റ് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് കാണുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ 1-2 ആളുകൾ എന്നോട് പറഞ്ഞു അവർക്കൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, നീ എങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറി, നീന്നല്ല അവർ, അതായത് നമ്മുടെ സീസണിലെ പല 2-3 സ്ത്രീകളോട് മെസ്സേജ് വന്നിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ബിഗ് ബോസ് കയറി, ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുള്ള ഒരു സ്ഥിരം ഈ മറ്റേ കവലയിൽ നിന്ന് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അതാണ് ഞാൻ ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കാൻ കാരണം തന്നെ. അലീന, ഇത് വലിയ രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നോ ട്രാക്കിംഗിലാണ്. എനിക്കിതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഒരു പക്ഷേ ഞാൻ വർഷങ്ങളായിട്ട് അവിടെ ഹോസ്റ്റ് ചെയ്ത് ഏഷ്യാനെറ്റിലൂടെ വളർന്നു വന്ന ഒരു കുട്ടി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെ ഒരുപക്ഷെ ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം എനിക്കിതുവരെ അങ്ങനത്തെ രീതിയിലൊരു മെസ്സേജ് വന്നിട്ടില്ല. പിന്നെ ഇൻ കേസിൽ അങ്ങനെ ഒരു മെസ്സേജ് വന്നാലും നമുക്ക് അതിനനുസരിച്ച് റിപ്ലൈ പറയാനും അറിയാമല്ലോ. തീർച്ചയായും നമുക്ക് ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് മറ്റൊരു കണ്ടസ്റ്റന്റ് ഒരു ലൈവ് പോയതിന്റെ പേരിലായിരിക്കാം വീണ്ടും എല്ലാവർക്കും ഇതുപോലെ ഒന്നും കൂടെ ഒരു എന്താ പറയുന്നേ പഴയ സീസണിലെ ആൾക്കാരും ഒക്കെ വന്ന് സംസാരിക്കാൻ ഒരു ഇട വന്നത്. ഒരു എക്സ് കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു വിന്നർ, ബിഗ് ബോസിന്റെ ഒരു വിന്നർ വന്നിട്ട് ഒരു പേരിലായിരിക്കാം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് സീസൺ 5 പെൺകുട്ടികൾക്കല്ല ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്, മറ്റ് സീസണിലുള്ള പെൺകുട്ടികൾക്ക് വിഷയമുണ്ടായിട്ടുണ്ട്. അപ്പൊ അലീനയൊക്കെ ഒരു സീസണിൽ വർക്ക് ചെയ്താണ്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നാമത് ഞാൻ ഈ ലൈവ് ഫുൾ അപ്ഡേറ്റഡ് ആയിട്ട് കണ്ടില്ല. കാരണം ഇപ്പോൾ നമ്മുടെ സീസൺ 2 കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു 3-4 മാസം ഉണ്ടാകുന്ന ഒരു ചർച്ചയുള്ളൂ. അത് കഴിഞ്ഞാൽ പുതിയ സീസൺ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഈ കാണില്ല എന്ന് പറയുന്നവരും അല്ലെങ്കിൽ ഇനി വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നവരും ഉൾപ്പെടെ ആൾക്കാർ, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ആൾക്കാർ വീണ്ടും അടുത്ത സീസൺ വരുമ്പോൾ അതിലേക്ക് കയറി പിന്നെ അതിനെ പറ്റിയായിരിക്കും സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാറുള്ളത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഈ പറയുന്ന മത്സരാർത്ഥി വന്ന് പറഞ്ഞ എന്താണെന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടിട്ടില്ല. പക്ഷെ പലരും പറഞ്ഞു ഈ പറയുന്ന പോലെ ഇൻസ്റ്റാ റീൽ ഇങ്ങനെ മാറ്റി പോയി കണ്ടത് വെച്ചിട്ടാണ് ഞാനും അറിഞ്ഞത്. അപ്പൊ ഞാനതൊരു വലിയ വിഷയമായിട്ട് എടുത്തില്ല. കാരണം എനിക്കറിയാം എന്നെ എങ്ങനെയാണ് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ എന്റെ മോൾ ബിഗ് ബോസിലേക്ക് വിളിച്ചതെന്നുള്ളതും എന്റെ പാരന്റ്സിനെ വിളിച്ചു ചോദിച്ചു. പിന്നെ എന്റെ കൺസേൺ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പലിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് അവർ ഫോൺ കോൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം, അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ, ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ എന്ന് പറയുന്നു. ഞാൻ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിൽ ചെന്നിട്ട്, അതായത് ഒറ്റയ്ക്ക് എന്താ പറയുന്ന ഒരു ഹോട്ടലിലോ ഒരു ക്യാബിനിലോ ഒന്നും അല്ല പോകുന്നത്. ഒരു എന്റെ മോളുടെ ഒരു പിന്നെ മെയിൻ ആളും ഏഷ്യാനെറ്റിന്റെ മെയിൻ ആളും അല്ലാണ്ട് 2 പേരും വിത്ത് ക്യാമറ എന്നെ ഇന്റർവ്യൂവിന് എന്റെ അമ്മ ഉൾപ്പെടെയുള്ള പിന്നെ എന്റെ ഫാദറും ഉണ്ട് മദറും ഉണ്ട്. എന്റെ അമ്മയെ ഞാനും കൂടെ ഉള്ളിലേക്ക് വരുന്നു. അവരിരുന്നു. നമ്മൾ 4-5 പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ പനിയും ചോദിക്കുന്നു. ബിഗ് ബോസ് എന്താണെന്ന് അറിയാമല്ലോ, അവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്ന് പറ. അതായത് അവിടെ ചെന്ന് വഴക്കടിക്കണം, കണ്ടന്റ് ആണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതായത് 100 ദിവസം ഫോണോ ഇതൊന്നുമില്ല. എനിക്ക് ഷോയോ അപ്പം വേറെ ഷോയിൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയായിരിക്കും ഈ 100 ദിവസം നിൽക്കുക, പറ്റോ ഇല്ലയോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഡീലിംഗ്. അപ്പൊ അവരെന്റെ അടുത്ത് റെമ്യൂണറേഷന്റെ കാര്യം പറയുന്നു. ഞാൻ പറയുന്നു ഓക്കെ ഇതാണ്. അതിന് പോലും നമ്മളൊരു തർക്കമോ നെഗോസിയേഷനോ ഒന്നും നടത്തിയിട്ടില്ല. ശരിയെന്ന് പറയുന്നു. അവർ പറയുന്നു ഒരു കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു അത് തന്നെയാണ്. പിന്നെ ഈ കാര്യം മറ്റൊരാളോട് പറയരുത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ സീസൺ 2ലേക്ക് വിളിക്കുന്നത്. പിന്നെ ഞാൻ ആകെ പോകുന്നത് കൊച്ചിയിലെ ഇതേപോലെ തന്നെ ഇവരുടെ സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. ഒരു വലിയ എനിക്ക് തോന്നുന്നു രഘുചേട്ടനും അങ്ങനെ ഉണ്ടാവും കുറെ പേപ്പേഴ്സ് സൈൻ ചെയ്യാൻ. അപ്പൊ ഈ സൈൻ ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത് എന്താ, എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റ് പറയുന്ന പോലെ നമ്മൾ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നമാവും. അപ്പൊ അത് ഗെയിമിന്റെ റൂളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ആരെ പിന്നെ പേരെടുത്ത് എന്താ അവരുടെ ഫാമിലിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, റിലീജിയന്റെ കാര്യത്തിൽ വഴക്കടിക്കരുത്, അടിക്കരുത്, ചവിട്ടരുത്, തൊഴിക്കരുത്, അബ്യൂസീവ് വേർഡ് ഉപയോഗിക്കരുത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ ഈ ഓഡിഷനിലാണോ ഇന്റർവ്യൂ ആണോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്നെ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് പ്രോപ്പർ ആയിട്ട് ചാനലിലെ എല്ലാവരും ഹെഡ് ഉൾപ്പെടെ ഇരിക്കുന്നിടത്ത് വിളിക്കുന്നു. ക്യാമറ വിത്ത് ക്യാമറയാണ് ഇവരിതെല്ലാം ചെയ്തിട്ടുള്ളത്. അതിനപ്പുറം ഈ പറയുന്ന ഓഡിഷൻ എന്താണെന്നോ അല്ലെങ്കിൽ ഓഡിഷനിലും ആൾക്കാർക്ക് പറ്റിയ എന്താണെന്നോ ഉള്ളത് എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരിക്കലും എന്താ പറയുന്നത് ഉള്ളതാണെന്നോ ഇല്ലതാണെന്നോ പറയാൻ പറ്റില്ല. എനിക്ക് ലൈഫിൽ എനിക്ക് അങ്ങനെ ഇതുവരെ ഇന്നേ വരെ 20 വർഷമായി ഞാൻ പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ വർഷങ്ങളും ഏഷ്യാനെറ്റുമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നതും
ഏഷ്യാനെറ്റിന്റെ ഇപ്പൊ തലപ്പത്തിരിക്കുന്നവർ പണ്ട് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് എന്റെ പ്രോഗ്രാമിലും വർക്ക് ചെയ്തവരും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു ബാഡ് അനുഭവം വന്നിട്ടില്ല. തീർച്ചയായിട്ടും അലീന പറയുന്ന കറക്റ്റാണ്. എക്സാക്ട്ലി അലീനയ്ക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. എങ്കിലും ഒരൊറ്റ കാര്യം നമുക്കൊന്നും കൂടെ ക്ലാരിറ്റി കിട്ടും. അലീന ഒരു കാര്യം കൂടി ചോദിക്കണം. അലീന പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാത്ത ഒരു വ്യക്തിയാണ് അലീന. പക്ഷെ ഒരാള് ആരോപണം ഉന്നയിക്കുമ്പോൾ അയാള് അതിന്റെ തെളിവുകൾ നിരത്തി അയാള് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം. അങ്ങനെ വ്യക്തമാക്കേണ്ടതല്ല അയാൾ. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ വ്യക്തമാക്കേണ്ട ആളെന്ന് പറഞ്ഞാൽ ഈ പറയുന്നതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ ആണോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാണോ ഈ പറയുന്ന രീതിയിൽ ബാഡായിട്ട് പെരുമാറിയിരിക്കുന്നതെന്നുള്ളതും നമുക്കറിയില്ല. ഇപ്പൊ എന്നോട് പറയാണ്, ഇപ്പൊ രഘുചേട്ടൻ നാളെ വന്നിട്ട് എന്റെ അടുത്ത് പറയാം ഒരു ഇന്റർവ്യൂ സംസാരിച്ച രീതി തെറ്റാ. ആ ഇന്റർവ്യൂ ആരാന്ന് പറഞ്ഞാലേ എനിക്കിത് ഉള്ളതാണോ അല്ലാത്തതാണോ എന്നൊക്കെ എനിക്കും പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ കാണുന്ന ആൾക്കാരെ ആണോ ഈ പറയുന്ന അനുഭവപ്പെട്ട ആൾക്കാർ പറയുന്നതെന്നുള്ളതും എനിക്കറിയില്ല. അപ്പൊ അതാരാണെന്നുള്ളത് പറഞ്ഞാലേ നമുക്ക് വീണ്ടും അപ്പൊ നമുക്ക് ചിലപ്പോ നമ്മൾ റീകളക്ട് ചെയ്ത് നോക്കും. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ എപ്പോഴെങ്കിലും പുള്ളിക്കാരൻ വേറൊരു ആളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ ശ്രദ്ധയിൽ പുള്ളിക്കാരൻ എന്റെ അടുത്ത് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു നോട്ടത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എങ്കിലേ നമ്മളത് റീകളക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ആസ് ഓഫ് നൗ ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ ഇത് ആരെന്താന്നറിയില്ല. പക്ഷെ പൊതുവെ അങ്ങനെ ഇപ്പൊ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന സീസൺ 5ന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സീസൺ 6 നടക്കുന്ന കാര്യമായിരിക്കും എന്നായിരുന്നു ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു ടോക്ക് ആയപ്പോഴാണ് അറിയുന്നത് എല്ലാരെയും എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പല സീസണിൽ കഴിഞ്ഞു പോയ സീസണിലുള്ളവർക്കും മെസ്സേജസും കാര്യങ്ങളും വരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ അലീന എന്തായാലും അലീനയുടെ പ്രതികരണം നമുക്ക് ലഭിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. യാത്രയിലാണ്, കണ്ണൂർ പോവുകയാണെന്ന് എനിക്കറിയാം. അലീന പറയുന്ന വാക്കുകൾ കറക്റ്റ് ആണ്. അലീനയെ ബാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരിക്കലും ആരെയും സപ്പോർട്ട് ചെയ്തോ നിൽക്കുമല്ല. കേസ് അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് തന്നെ വരണം. കാരണം ഞാനും ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ്. കാരണം നാളെ ഈ പറയുന്ന വ്യക്തിയോട് ഞാൻ ചിലപ്പോൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്റെ അടുത്ത് നല്ല രീതിയിലായിരിക്കാം നിന്നിട്ടുള്ളത്, പക്ഷെ എന്റെ അടുത്ത് അല്ലാതെ വേറൊരാളുടെ അടുത്ത് മഹാമോശമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്തേ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ ആരാണെങ്കിലും നമ്മൾ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നില്ല, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാല് എന്താണെന്നുള്ളത് ക്ലാരിറ്റിയിൽ വന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകും. അല്ലാത്തടത്തോളം കാലം ഇങ്ങനെ കിടന്ന് പുകയുന്നല്ലാതെ എനിക്കൊന്ന് രക്ഷയായിട്ടും അത് തന്നെ ആയിരിക്കും പറയാം. കാരണം ഇങ്ങനെ കിടന്ന് പുകയുന്നതല്ലാണ്ട് എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒത്തിരി ഈ സമയത്ത് പ്രതികരിച്ചാൽ ഒത്തിരി നന്ദി അലീന. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ ഇതാണ് താങ്ക് യു. ഇതിലേക്ക് അല്ല, ഇത് എന്താ സംഭവം എന്ന് വെച്ചാല് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അലീനയൊക്കെ ശരിക്കും ഇതൊക്കെ വിളിച്ചത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പൊ ഞാൻ അലീനയൊക്കെ മുന്നേ കാണുന്നത് ഏഷ്യാന്റെ പരിപാടിയിലാണ്. അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവർക്ക് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല അലീനയ്ക്കോ. ഇപ്പൊ ഞങ്ങളെ സീസണിന് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം ആര്യക്കൊരു കപ്പ് എന്നായിരുന്നു ആ സീസണിന്റെ പേര്. സത്യത്തിൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോഴും ഈ സീസണൊന്നും പല സീസണിന് ഇറങ്ങിയ ഒരു ഫേവറസം കാണിച്ചു എന്ന് പറഞ്ഞു. എനിക്കിന്നും തോന്നിയിട്ടില്ല എന്റെ സീസണിൽ ആർക്കാണ് ഫേവറസം കാണിച്ചത്. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആളാണ്. നമ്മൾ ഇത് രണ്ട് കാര്യം പറയാം, ഇതൊക്കെ വളരെ സിമ്പിളായി പറയാം. ആഗ്രഹ പൂർത്തീകരണം അല്ലാതെ ഇടയ്ക്ക് വെച്ച് പുറത്താവുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പുറത്താവുന്ന ആളുകൾക്ക് പലപ്പോഴും എടുത്തുടനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ദേഷ്യം തോന്നുന്ന, അസൂയ തോന്നുന്ന ഒരാളെ കുറിച്ച് മോശം പറയാൻ തോന്നും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പറയും അവർക്ക് കൂടുതൽ ഫേവർ ചെയ്ത് കൊടുത്തു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാനുഷിക പരിഗണന വെച്ചിട്ടുള്ള കാര്യങ്ങളെ അതിൻ്റെ ഉള്ളിൽ കിട്ടൂ എന്നുള്ളത് ഈ കോൺട്രാക്റ്റിലുണ്ട്. വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് അനുവദിക്കുന്നതല്ല. അലീനയും ആര്യയും ഒക്കെ ഏഷ്യാനെറ്റിന്റെ ആളുകളാണ്. ഐ മീൻ ഏഷ്യാനെറ്റിന്റെ ആള് പറഞ്ഞ ഏഷ്യാനെറ്റും അവരും തമ്മിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്നല്ല, അവരിലൂടെ വളർന്നു വന്നത്. അവർക്ക് ഞാൻ ഉണ്ടായിരുന്ന സീസണിൽ ഒരു ഫേവർ കിട്ടിയത് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഒരു കാര്യത്തിലും ഇല്ല. പക്ഷെ ആര്യ എന്നോട് എന്നും പറയുന്ന കാര്യമാണ്. ഇപ്പൊ ആര്യക്ക് അല്ലെങ്കിൽ ആര്യയെ പോലത്തെ ഒരാൾക്ക് ഇപ്പോഴും കമന്റുകളൊക്കെ വരുന്നത് ആര്യ പറഞ്ഞ പഴയ ആ വേർഡ് വെച്ചിട്ട് ആര്യക്കൊരു കപ്പ്. അതെന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ആ സീസണിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് ആയ ഇന്ന് ഇവിടെ പല സീസണിലെയും കണ്ടസ്റ്റന്റുകൾ പുറത്തിറങ്ങി പറയും ഞങ്ങൾ ഭയങ്കര സൈബർ ബുള്ളിങ്. സീസൺ 2 സൈബർ ബുള്ളിങ്ങിന്റെ ലെവൽ പലർക്കും അറിയില്ല. ഒരുപക്ഷെ എനിക്ക് ഹൈദർബാദിനെ അന്ന് അറിയില്ല, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ പോപ്പുലാരിറ്റി എന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ മീഡിയയിൽ അത്രമാത്രം അത് വന്നിട്ടില്ല. അന്ന് അനുഭവിച്ച സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ആ സൈബർ നമ്മളിപ്പോൾ ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ എത്രയോ കാലത്തിന് ശേഷം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കും ഇതൊക്കെ വരുന്നറിയാം. പക്ഷെ നമ്മളിത് തഴമ്പിച്ചു പോയി. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ബുള്ളി ചെയ്യുന്നതും ബുള്ളി ചെയ്യുള്ളൂ, നമുക്കത് വിഷയമല്ല. ആര്യ നമസ്കാരം, ഹൈദർലിയാണ്. നമസ്കാരം ഹൈദർബായ്. ആര്യ, എന്തായാലും വളരെ സീരിയസ് ആയ ഒരു മാറ്റമാണ് ഇപ്പൊ കേരളം ചർച്ച ചെയ്യുന്നത് അല്ലെ? ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് അഖിൽമാരാർ ഇപ്പോൾ ഒരു തീ കൊളുത്തിയിരിക്കുകയാണ്.
അത് ബിഗ് ബോസ് സീസണിൽ ഇതിനു മുമ്പ് മത്സരിച്ച സ്ത്രീകളെ എല്ലാം അത് ഉൾക്കൊണ്ട് പ്രശ്നമായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആര്യയെ സംബന്ധിച്ചിടത്തോളം അഖിൽമാരാർ ഇത്തരം ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ തെളിവുകൾ നിർത്തിയോ അല്ലെങ്കിൽ ആരാണെന്ന് പറയാനോ ബാധ്യസ്ഥനാണ്. എങ്ങനെയാണ് ഇത് കാണുന്നത് ആര്യ? ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇത് എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഓക്കെ. കാരണം ഞാൻ എങ്ങനെ ബിഗ് ബോസ് സീസൺ 2 മത്സരാർത്ഥിയായി അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അതിൽ സെലക്ഷൻ കിട്ടി എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാനും പറ്റുള്ളൂ. കാരണം എനിക്ക് അങ്ങനെ എനിക്ക് അറിവുള്ളൂ. എനിക്ക് ആ ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ. അപ്പം അത് വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്ക് ഡയറക്റ്റ് ഏഷ്യാനെറ്റിൽ നിന്ന് ഒരു കോള് വരുന്നു, എന്നോട് ബിഗ് ബോസിന്റെ സീസൺ 2 വരികയാണ് ആര്യ, അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊന്ന് ആലോചിക്കാൻ ഒരു ദിവസം സമയം തരണം. അടുത്ത ദിവസം ഞാൻ വിളിച്ചു പറയുന്നു എങ്ങനെയാണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്. ഫൈനാൻഷ്യൽസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വാഭാവികം, നമ്മളെല്ലാവരും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരെന്റെ റെമ്യൂണറേഷനും കാര്യങ്ങളും പറയുന്നു. ഞാൻ ചോദിച്ചല്ല, പക്ഷെ എന്നാൽ പോലും തരക്കേടില്ലാത്ത എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ പറയുന്നു. അതിൽ ഞങ്ങൾ അവരുടെ സൈഡിൽ നിന്നായാലും എനിക്കായാലും ഓക്കെ ആവുന്നു. പിന്നെ ഒരു 3 റൗണ്ട് ഇന്റർവ്യൂ, എന്റെ മോൾ ഷൈൻ ടീമും ഏഷ്യാനെറ്റും കൂടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒരു റൗണ്ട്, പിന്നെ ഒരു സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ സെക്കൻഡ് റൗണ്ട്, 3ാമത്തെ റൗണ്ട് ഇതുപോലെ ഒരു എല്ലാരും കൂടിയിട്ടുള്ള ഒരു ജനറൽ ഇന്റർവ്യൂ. ആ 3ാമത്തെ ഇന്റർവ്യൂവിന് ഞാൻ പോകുന്ന ദിവസം എനിക്ക് കൺഫർമേഷൻ കിട്ടുന്നു, എഗ്രിമെന്റ് ഞാൻ സൈൻ ചെയ്യുന്നു. അങ്ങനെ ഞാൻ ബിഗ് ബോസ് സീസൺ 2 ഭാഗമാകുന്നു. ഇങ്ങനെയാണ് ഞാൻ ആ ഷോയിൽ പങ്കെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആര്യ പങ്കെടുത്ത് അങ്ങനെയാണ്. എന്റെ ഒരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു വ്യക്തി അത് മറ്റു സ്ത്രീകളെയൊക്കെ ബാധിക്കുന്നു. ഇപ്പൊ ആര്യയുടെ കാര്യം കൃത്യമായിട്ട് ആര്യ പറഞ്ഞു, ആര്യക്ക് സെലക്ഷൻ കിട്ടിയത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്ത്രീകൾ ഇപ്പം ഈ ബിഗ് ബോസിൽ ഉള്ളിൽ കയറിയത് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുമുണ്ട്. ഇവരുടെ വീട്ടുകാർക്ക് ഒരു സംശയത്തിനുമില്ല, എന്റെ മോൾ ഇങ്ങനെയാണോ, എന്ത് സംഭവിച്ചെന്നൊരു സംശയത്തിന്റെ മുന്നിലേക്ക് നിർത്തിയിരിക്കുകയാണ് ഒരു മത്സരത്തിൽ വിജയിച്ച ഒരു വ്യക്തി. അത് ഒരു ശരിയായ നടപടിയായിട്ട് ആര്യക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പറയുന്നത്? ഇപ്പൊ അങ്ങനെ ഒരു അയാൾ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കേണ്ടത് ഈ പറയുന്ന അദ്ദേഹം. എനിക്കറിയില്ല, അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ള പെൺകുട്ടികളുണ്ട് അല്ലേ? അദ്ദേഹം അത് ഞാൻ കണ്ടായിരുന്നു, ഹൈദരാബാദിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഇതിലെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരിടത്തും ഒരു പക്ഷം പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നമുക്കറിയില്ല, ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, ഇന്നിരുന്നിട്ട് ഞാൻ പറയാണ് അയ്യോ അങ്ങനെയൊന്നും ആയിരിക്കും, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല എന്നൊക്കെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നാളെ നീ 2 ദിവസം കഴിയുമ്പോ ഇതുപോലെ ഹൈദരാബാദിന്റെ ഇന്റർവ്യൂവില് ഏതെങ്കിലും ഒരു പെൺകുട്ടി, ഇപ്പൊ തന്നെ 2-3 പേര് എന്തൊക്കെയോ ലൈവിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരൊന്നും ആരാന്നൊന്നും നമുക്കറിയില്ല, നമ്മളാരും ഇവരെ ഒന്നും ഒരു ബിഗ് ബോസ് സീസണിൽ ഒന്നും കണ്ടിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. പക്ഷെ അവരൊക്കെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന കുറെ പെൺകുട്ടികൾ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നാളെ 2 ദിവസം കഴിഞ്ഞ് ഹൈദരാബാദിന്റെ ഇന്റർവ്യൂവിൽ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിരുന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ അവിടെ ഞാൻ ആരായി? അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം അഖിലേട്ടൻ അങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അത് പ്രൂവ് ചെയ്യാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അങ്ങനെ പെൺകുട്ടികൾ അദ്ദേഹത്തോട് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കൺസേൺ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈ ഹിം, എന്തുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തുകൊണ്ട് അത് സമൂഹത്തോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു കൺസേൺ ഉള്ളതിനെ അവർ പുറത്ത് പറയുന്നില്ല എന്നുള്ളത് ശരിയാണ്. അതിപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു അഭിപ്രായം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ആര്യ എന്തായാലും ഈ സമയത്ത് പ്രതികരിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ കാര്യങ്ങളൊന്നും കേൾക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ആര്യക്ക് സീസണിൽ പങ്കെടുത്താണ്, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത്. എന്നെ ഇത് ഒരു രീതിയിലും ബാധിക്കുന്ന വിഷയമല്ല. കാരണം അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നെ ഇത് ഒരു രീതിയിലും ബാധിക്കുന്നില്ല. ബിക്കോസ് ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഈ സീസണിൽ പങ്കെടുത്ത ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ഐ എം ഡെഫിനറ്റ്ലി നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. പിന്നെ ഞാൻ പറയുന്ന വേറൊരു കാര്യം, ഇതുപോലെ ഈ ഒരു എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഫീമെയിൽസിനോട് ഫേവറിസം ചോദിക്കുന്ന ഒരു കാര്യം, ഇത് ഈ മേഖലയിൽ വളരെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഫാക്ട് നമ്മുടെ ഫീൽഡ് എന്നല്ല, എല്ലാ ഫീൽഡിലും ഉള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പം അത് ചിലരതിനെ എക്സ്പോസ് ചെയ്ത് പുറത്ത് കാണിക്കുന്നു, ചിലരതിനെ കാണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അതാണ് സത്യം.
അതാണ് സത്യം. അതാണ് സത്യം. അപ്പോൾ എന്തായാലും ആര്യ, ഒത്തിരി നന്ദി ഈ സമയത്ത് പ്രതികരിക്കാൻ നമ്മളോട് കൂട്ടാക്കിയാൽ കേട്ടോ. ഓക്കെ ഹൈദർ ഭായ്, താങ്ക് യു ആര്യ, താങ്ക് യു, വിളിക്കാം. അല്ല, ഇതില് ആര്യയൊക്കെ വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഞാനിപ്പോഴും ആര്യയെ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ആളാണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ സീസണിൽ അതിന്റെ ഉള്ളിൽ ശത്രുക്കളായിട്ടുള്ള രണ്ടുപേരായിരുന്നു ഞാനും ആര്യ, രണ്ട് ഓപ്പോസിറ്റ്. അതാ ഞാൻ പറഞ്ഞ ഒരു സീസണിന്റെ ഹാർമണി എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ ഞാൻ ചെയ്ത സീസണിലെ എല്ലാവരായിട്ടും എനിക്ക് അടുത്ത സൗഹൃദമുണ്ട്, പക്ഷെ ഒരുവിധ ആളുകളായിട്ട് ഞാൻ നല്ല ബന്ധമുണ്ട്. ഇതിന്റെ ആ സീസണിന്റെ ഒക്കെ ഒരു ഹാർമണി പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ചെളിവാരി എറിയൽ ഉണ്ടായിട്ടുണ്ട്, ആ സീസണിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ ചെളിവാരി എറിയുന്ന ആളുകളിൽ അത് ഒതുങ്ങും. നമ്മൾ അതിന് പ്രതികരിക്കാൻ പോവുക, അല്ലെങ്കിൽ നമുക്ക് നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ സീസൺ 5 ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അഖിൽമാരൻ ഒന്ന് പറയുന്നു, മറ്റുള്ള ആളുകൾ വേറൊന്ന് പറയുന്നു, അവരെ അടച്ചാക്ഷേപിക്കുന്നു. അങ്ങനെ ഒരു പരിപാടി സീസൺ 2-ലും സീസൺ 1-ലും നടന്നിട്ടില്ല. കാരണം ഇപ്പോഴും ഞാൻ പറഞ്ഞു, ആര്യ, അലക്സാണ്ട്ര, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് പേര്, ഞാൻ പേര് എന്നെ പറഞ്ഞാൽ തീരില്ല, അവരൊക്കെ ആയിട്ട് നമുക്ക് നല്ല സൗഹൃദമാണ്. ആര്യനൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും കൂടുതൽ എതിർത്ത ആളാണ് ഞാൻ. ആര്യ ഒരു പക്ഷേ എന്നെ എതിർത്തിട്ടുണ്ട്, പക്ഷെ പുറത്തിറങ്ങിയ ശേഷമാണ് മനുഷ്യന്മാർ തമ്മിൽ മനസ്സിലാക്കുന്നത് സൗഹൃദത്തിന്റെ ഒരു ലെവല്. അതാ ഞാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ സീസൺ 5 ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അഖിൽമാരൻ ഒന്ന് പറയുന്നു, മറ്റുള്ള ആളുകൾ വേറൊന്ന് പറയുന്നു. ഈ നാട്ടിൽ ഇഷ്ടം പോലെ ഇതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏത് മാധ്യമങ്ങളാണ് പ്രതിയുടെ പേര് റിപ്പോർട്ട് ചെയ്യാത്തത്? അഖിൽ അറ്റ്ലീസ്റ്റ് ഈ സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് അഖിലിനെടുത്തൂടെ? ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.